നമുക്ക് ഒരുമിച്ച് കർത്താവിനായിരിക്കുവാൻ ദൈവത്തെ പഠിക്കുവാനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹീതമായ സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൊലോസ്യലേഖനത്തിൽ നിന്ന് പഠിക്കാം, ചിന്തിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗലാത്യലേഖനത്തിൽ നിന്നാണ് ചിന്തിച്ചത്. കൊലോസ്യലേഖനത്തെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ ധാരണകളൊക്കെ നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ വളരെ ഗഹനമായ ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ് കാരാഗ്രഹ ലേഖനം? ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, ഫിലെമോൻ ലേഖനം. 4 ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. അതില് എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും തമ്മിൽ അല്പം സമാനതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ സംബന്ധിച്ചാണ്. എക്ലീസിയോളജി, സഭാതത്വശാസ്ത്രമാണ്. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ ശരീരത്തിന്റെ അല്ലെങ്കിൽ സഭയുടെ തലയാകുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ചാണ്. ക്രിസ്റ്റോളജിയാണ്, ക്രിസ്തു തത്വശാസ്ത്രമാണ് കൊലോസ്യ ലേഖനത്തിലെ ഉള്ളത്. എഫേസ്യ ലേഖനത്തെ ലേഖനങ്ങളുടെ റാണി എന്നാണ് പറയുന്നത്. എന്നാൽ കൊലോസ്യ ലേഖനം എഫേസ്യ ലേഖനം പോലെ അത്ര ഒരു ആസ്വാദ്യകരമായിട്ട് എളുപ്പത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതല്ലെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറകൾ പാകിയിരിക്കുന്ന ഒരു ലേഖനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കൊലോസ്യ സഭയെ കുറിച്ച് 1-2 വാക്കുകൾ നമുക്കൊന്ന് ചിന്തിച്ച് ഇതിന്റെ ഒരു പശ്ചാത്തലം, ഈ ലേഖനം എഴുതാനുള്ള കാരണം, ഈ കൊലോസ്യ സഭയെ സംബന്ധിച്ചിട്ട് 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകണം. അത് നമ്മുടെ ഈ പഠനത്തിന് സഹായമായി. അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച ഒരു സഭയല്ല കൊലോസ്യ സഭ. എന്നാൽ പരോക്ഷമായിട്ട് അപ്പോസ്തലനായ പൗലോസിന്റെ സ്വാധീനം, ശുശ്രൂഷ സ്വാധീനം ഈ സഭാ സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അപ്പോസ്തലനായ പൗലോസിന്റെ 3-ാം മിഷണറി യാത്രയില് എഫെസോസിൽ എത്തിയതായിട്ട് നമ്മളിവിടെ കാണും. ഇനി നമുക്കതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ടെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പള്ളി വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ചു പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കുകയാണ്. ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. അപ്പൊ നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിന്റെ കൂട്ടരുടെ ഒരു രീതി നമുക്കറിയാം. അവര് ഏത് സ്ഥലത്ത് ചെന്നാലും ആദ്യം എവിടെ പോയി പ്രസംഗിക്കും? പള്ളി എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ സിനഗോഗിൽ പോയി പ്രസംഗിക്കും. ആദ്യം അവിടെ സ്വീകാര്യത ഉണ്ടാകും. പക്ഷെ എപ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്? ആളുകൾ വിശ്വസിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, വിശ്വസിച്ച് വേർപെടാനായിട്ട് തുടങ്ങുമ്പോൾ അവരുടെ അടുത്തുള്ള സ്വീകാര്യത കുറയും. അപ്പോൾ അവിടെ യഹൂദന്മാരും പ്രശ്നമുണ്ടായി. നമുക്കറിയാം, മിഷണറി യാത്രകളിലൊക്കെ പൗലോസിനെ ഏറ്റവും അധികം ഉപദ്രവിച്ചിട്ടുള്ളത് യഹൂദന്മാരാണ്, ജാതികളെക്കാൾ കൂടുതൽ. ക്രിസ്തുവിൽ വന്ന് കല്ലെറിഞ്ഞത് ആരാണ്? യഹൂദന്മാരാണ്. അവര് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, ഇക്കോന്യയിൽ നിന്ന് യഹൂദന്മാർ വന്ന് അവിടെയുള്ള യഹൂദന്മാരെ ഇളക്കിയാണ് ഇസ്രായേൽ വെച്ച് പൗലോസിനെ കല്ലെറിഞ്ഞത്. അപ്പൊ ഇവിടെ പിന്നീട് യഹൂദന്മാരുടെ പള്ളിയിൽ പോകാനും സംസാരിക്കാനും സാധ്യത ഇല്ലാതെ വന്നപ്പോൾ പൗലോസ് എന്ത് ചെയ്തു?
തുറന്നോസിന്റെ പാഠശാല ഒരുപക്ഷെ വാടകയ്ക്ക് എടുത്ത് അവിടെ ഒരു ബൈബിൾ സ്കൂള്, ചെറിയൊരു ബൈബിൾ സ്കൂള് തുടങ്ങിയ, വചന പഠനശാല തുടങ്ങിയ, അങ്ങനെ 2 വർഷത്തിലധികം അവിടെ നടത്തിയ ദൈവവചന പഠനത്തിൽ ആസിയിലുള്ള യവനന്മാർ, അങ്ങനെയാണ് 10-ാം വാക്യത്തിൽ, ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും. ആസിയ എന്ന് പറഞ്ഞാല് ചെറിയ ഏഷ്യ, ഏഷ്യ മൈനർ, ചിറ്റാസ്യ എന്നാണ് നമ്മൾ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ, ബൈബിളിലില്ല. ഏഷ്യ മൈനർ, ചെറിയ ഏഷ്യ. ചെറിയ ഏഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ തുർക്കിയാണ്. നമ്മളെ മാപ്പൊക്കെ എടുത്ത് നോക്കണേ വൈകിട്ട് ചെന്നിട്ട് അത് കുറച്ച് കാര്യങ്ങൾ പറയും. ഇവര് യുവാക്കന്മാരെ കാണുമ്പോൾ നമുക്ക് പറയാൻ, ഞാൻ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതാ, എന്നാ പറയാം. അപ്പോ ആസിയയില് കുറെ സഭകളുണ്ട് അല്ലേ? ഏതൊക്കെയാ? ചോദ്യമുണ്ട് കേട്ടോ, ചോദ്യമുണ്ട്. നിങ്ങൾക്ക് പറയാം, വിയോജിപ്പുകൾ പറയണം, ചോദ്യങ്ങൾ ചോദിക്കണം. ആസിയയിലെ സഭകള് സഭയൊന്നുമില്ലേ? ആകെ താഴെക്കൂടെ സമൂഹങ്ങൾ അറിയുള്ളൂ. സഭയില്ല. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകള് ആസിയയിലെ സഭകളാണ്. അവിടെ ഏത് സഭയില്ല? ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന കൊലോസ്യ സഭയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല, ഉണ്ടോ? അവിടെ ഉള്ള ഒരു സഭയെ കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ഒരു സഭ ലവോദിക്യ സഭ, അല്ലെ? ലവോദിക്യ സഭ. അവിടെ ഇല്ലാത്ത, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത വേറെയും സഭകളുണ്ട്. ഹിയറപ്പൊലിക്കാർ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് അവിടേക്ക് നമ്മൾ വരും. ഒത്തിരി സഭകൾ ഈ ആസിയയിലുണ്ട്. ഇന്നത്തെ തുർക്കിയാണ് ഈ ഏഷ്യ മൈനർ. ഇന്നത്തെ തുർക്കിയുടെ ഏകദേശം ഒരു 13-മുക്കാലോളം വരും ഏഷ്യ മൈനർ എന്ന് പറയുന്നത്. അപ്പൊ ആസിയയിലുള്ളവരൊക്കെ വന്ന് യഹൂദന്മാരെയൊക്കെ എവിടെ വന്ന് പഠിച്ചു വരണം? എഫെസോസിൽ അപ്പോസ്തലനായ പൗലോസ് നടത്തിയ തുറന്നോസിന്റെ പാഠശാലയിലെ ദൈവവചന പഠന ക്ലാസ്സിൽ വന്ന അവരൊക്കെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങളിൽ ആരെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യം അവരൊക്കെ ചെയ്തു, പഠിച്ചു. അങ്ങനെ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം ആ വചന പഠന ക്ലാസ്സിൽ കൂടെ വചനം പഠിച്ച് പോയവരായിരിക്കാം കൊലോസ്യയിലെ സഭ സ്ഥാപിച്ചത്. ഇത് നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനത്തിലേക്ക് വരാം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഞങ്ങളുടെ പ്രിയ സഹോദരനായ പഠിച്ചിട്ടുണ്ടല്ലോ, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശുദ്ധ ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനായുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എപ്പഫ്രാസ് ആണ് അവിടെ പോയി ദൈവവചനം പറയുകയും പഠിപ്പിക്കുകയും അവിടെ ഒരു പക്ഷേ സഭ സ്ഥാപിക്കുകയും ആ സഭയിലെ ശുശ്രൂഷകനായിരുന്ന ആരാണ്? എപ്പഫ്രാസ് ആണ്. എപ്പഫ്രാസ് ആണ്. കൊലോസ്യ ലേഖനം 4-ന്റെ 12-13. നിങ്ങളുടെ ദരിദ്രരായ ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദിക്കുന്നു. നിങ്ങൾ തിരുനേടും ദൈവത്വം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലൗകികർക്കും വിജയക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളത് ഞാൻ സാക്ഷിക്കുന്നു. നോക്കിയാട്ടെ, അവിടെ ഈ എപ്പഫ്രാസ് ഒരു കാര്യം കൂടെ പറയണം. ഈ 3-ാം മിഷണറി യാത്ര കഴിഞ്ഞ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം കഴിയുമ്പോൾ 3-ാം മിഷണറി യാത്ര കഴിഞ്ഞ് തിരിച്ച അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിൽ ചെല്ലുകയാണ്. യെരുശലേമിൽ വെച്ചിട്ടുണ്ടായി അപ്പോസ്തലനായ പൗലോസ് ബന്ധനസ്ഥനായി തീരുകയും പിന്നീട് പൗലോസിനെ എവിടേക്ക് കൊണ്ടുപോയി? റോമിലേക്ക് കൊണ്ടുപോയി. റോമിൽ താൻ ഇപ്പോൾ ബന്ധനസ്ഥനാണ്. കാരാഗ്രഹത്തിലല്ല, പക്ഷെ ബന്ധനസ്ഥനാണ്. അതൊന്ന് ഒരു വാക്യം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ, നമ്മുടെ ഈ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നുള്ളത് സത്യത്തിൽ ആ വാക്ക് ഇതിന് യോജിച്ചതല്ല. 28-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. തനിക്ക് കാവലായ ഇടയാളികളോടുകൂടെ വേറിട്ട് പാർക്കാൻ പൗലോസിന് അനുവാദം കിട്ടി. അപ്പോസ്തലനെ നിങ്ങളിത് മനസ്സിലാക്കണമെങ്കിൽ 21-ാം അധ്യായം മുതൽ വായിക്കണം. 21-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ
യെരുശലേമിൽ വെച്ച് കൈസരയിലൊക്കെ വെച്ച് പൗലോസിന് പ്രതിവാദങ്ങൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ പൗലോസ് കൈസരെ പറയാമോ അഭയം ചൊല്ലിയതുകൊണ്ട് പൗലോസിനെ എങ്ങോട്ട് അയച്ചു? റോമിലേക്ക്. കൈസര എവിടെയിരിക്കുന്നത്? റോമിലാണ്. റോമിൽ കൈസരുടെ അടുക്കിലേക്ക് അയച്ചു. അങ്ങനെ പോകുന്ന വഴിയിൽ കപ്പൽ ഛേദം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവിടെ എവിടെ എത്തി? റോമിലെത്തി. റോമിലെത്തി അവിടെ ഒരു ഓർഡർ ഇടുകയാണ്. കൈസർ ഓർഡർ ഇടുകയാണ്. കാരാഗ്രഹത്തിലേക്കല്ല വിടുന്നത്, പിന്നെ വീട്ടിൽ തടങ്കലാണ്. പക്ഷെ അവിടെ ആരുണ്ടാകും? ഒരു പടയാളി ഉണ്ടാകും. ഒരു പടയാളിയോട് കൂടെ റോമിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോട് കൂടെ വേറിട്ട് പറഞ്ഞ പൗലോസിന് അനുവാദം 29 ബാക്കി 29. എന്റെ കൂടെ നിങ്ങൾ വരണേ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുത്ത് വരുന്നവരെ കൈക്കൊണ്ടു. അപ്പൊ താൻ വാടകയ്ക്ക് എടുത്ത കൂലിക്ക് വാങ്ങിയ വീട്ടിൽ താമസിച്ച് അവിടെ ബന്ധനസ്ഥനാണ്. തന്റെ ഒരു കയ്യിൽ ചങ്ങലയുടെ ഒരറ്റവും ആ ചങ്ങലയുടെ മറുവശം ആരുടെ കയ്യിലായിരിക്കും? പടയാളിയുടെ കയ്യിലായിരിക്കും. അങ്ങനെയാണ് എവിടെ സഭയുണ്ടായെന്നറിയാമോ? ഈ 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒരു കാരാഗ്രഹ ലേഖനമായ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് പറയോ. കൈസരുടെ അകമ്പടി പട്ടാളത്തിലൊക്കെയും അറിയായി വന്നു എന്നാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ ഈ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകാൻ നല്ലതാണ്. 1-ന്റെ 13-ാമത്തെ വാക്യം, 12-13 വാക്യം. ഫിലിപ്പിയ ലേഖനം 1-ന്റെ 12-13. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും. അപ്പൊ ഈ ബന്ധനം, ഈ ചങ്ങലയുടെ ഒരറ്റം ആരുടെ കയ്യിലാണ്? പൗലോസിന്റെ കയ്യിൽ. മറുവശം ആരുടെ കയ്യിലാണ്? പടയാളി, അകമ്പടിപ്പെട്ട ആൾക്കാർ. നമ്മുടെ ഇന്ന് അകമ്പടി പോകുന്ന എസ്കോർട്ട് പോകുന്നതല്ല, ഈ കുറ്റവാളിയെ സൂക്ഷിക്കുന്ന അകമ്പടിപ്പെട്ട ആൾക്കാരുടെ കയ്യിലാണ്. അപ്പൊ പൗലോസ് എന്ത് ചെയ്ത് കാണും? പറഞ്ഞു. അങ്ങനെ ഈ എന്താ പറയുക, ഡ്യൂട്ടി ചേഞ്ചായി വരുന്ന എല്ലാവരോടും എന്ത് ചെയ്തു? സുവിശേഷം പറഞ്ഞ് ഈ അകമ്പടി പട്ടാളത്തിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി എന്ത്? ഇദ്ദേഹം സുവിശേഷ നിമിത്തമാണ്, ആരെയും കൊന്നിട്ടോ വഞ്ചിച്ചിട്ടോ ഒന്നും വന്നിട്ടുള്ളതല്ല. ഈ സുവിശേഷ നിമിത്തമാണ് ഈ മനുഷ്യൻ, നീതിമാനായ മനുഷ്യൻ ബന്ധനസ്ഥനായിരിക്കുന്നു മനസ്സിലാക്കി അവരിൽ തന്നെയും അനേകർ എന്ത് ചെയ്തു? കർത്താവിനെ സ്വീകരിച്ചു. അവിടെ നമ്മൾ പിന്നീട് വായിക്കുന്നു ഫിലിപ്പിയ ലേഖനത്തിൽ, കൈസരുടെ അരമനയിലുള്ളവർ നിങ്ങളെ എന്തൊരു അത്ഭുതകരമായ പരിവർത്തനമാണ് സുവിശേഷം കൊണ്ടുവരുന്നത് നോക്കണം. ഇപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ സഹോദരന്മാര് 100 കണക്കിന് 1000 കണക്കിന് സഹോദരന്മാരൊക്കെ ജയിലുകളിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതൊക്കെ വെറുതെയാണെന്ന്? ഇനി ജയിലുകളിൽ നിന്നാണ് നവോത്ഥാനം ഉണ്ടാകാൻ പോകുന്നത്. ജയിലുകളിൽ കർത്താവ് പ്രവർത്തിക്കാൻ ഒരു കാരാഗ്രഹം ഒരു തടസ്സമേ അല്ല. അപ്പൊ കൈസരുടെ അരമനയിലുള്ളവർ നിങ്ങളെ വന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അടിമയാക്കിയ ബന്ധനസ്ഥനാക്കിയ കൈസരുടെ അരമനയിൽ എന്തുണ്ടായി? സഭയുണ്ടായി. അപ്പോൾ അങ്ങനെ കാരാഗ്രഹത്തിൽ നിന്ന് ഈ എഴുതുമ്പോൾ എന്ന് പറയുമ്പോൾ കാരാഗ്രഹത്തിലല്ല, ഒരു വീട്ടു തടങ്കലിലാണ് ആയിരിക്കുന്നത്. അങ്ങനെ അവിടെ ആര് വന്നു വിട്ടു? നമുക്കറിയാവുന്ന ഒരാളുണ്ട്, ഫിലിമോന്റെ ലേഖനത്തിൽ. ആരാ? ഒനേസിമോസ് അവിടെ വന്നപ്പോൾ താൻ സുവിശേഷം പറഞ്ഞ് താൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ, അങ്ങനെ പറയുന്നുണ്ട് ഫിലിമോന്റെ ലേഖനത്തിൽ, ആയിരിക്കുമ്പോൾ ബന്ധനസ്ഥനായിരിക്കുമ്പോൾ ജനിപ്പിച്ച മകനാണ് ആര്? ഒനേസിമോസ്. ഇനി നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ വരാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ച്. കൊലോസ്യ ലേഖനം 4:9. ഒരു സെക്കൻഡ്, 7 മുതൽ വായിച്ചു. കൊലോസ്യ 4:7 മുതൽ. എന്റെ അവസ്ഥ ഒക്കെ കർത്താവിന്റെ സഹോദരൻ
വിശ്വസ്ത ശുശ്രൂഷകനും സർവജ്ഞനുമായ തിമോഥെയോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിക്കാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥ എല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. അപ്പൊ ആരുടെ കൂടെയാണ് ഒനേസിമോസിനെ അയക്കുന്നത്? തിഹിക്കോസിന്റെ കൂടെയാണ്. തിഹിക്കോസിന്റെ കയ്യിൽ ഈ ലേഖനം കൊടുത്തയക്കുക. ഏത് ലേഖനം? കൊലോസ്സേ ലേഖനം. കൂടെ ആരുണ്ട്? ഒനേസിമോസ് ഉണ്ട്. അപ്പൊ ഒനേസിമോസിനെ കൂടെ കൊടുത്തയക്കുകയാണ്. ഒനേസിമോസിനെ കൂട്ടി അയക്കുകയാണ് തിഹിക്കോസിന്റെ കൂടെ. ഇനി നമുക്ക് ഫിലെമോന്റെ ലേഖനം 1-2 വാക്യങ്ങൾ വായിക്കാം. ഫിലെമോന്റെ ലേഖനം 1-2 വാക്യം. ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തിമോഥെയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുകാരനുമായ ഫിലെമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പേയ്ക്കും ഞങ്ങളുടെ സഹപഠനായ ആർക്കിപ്പാസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നു. അപ്പൊ ഈ ഒനേസിമോസ് ആരായിരുന്നു? ഫിലെമോന്റെ വീട്ടിലെ ഒരു ദാസനായിരുന്നു. അവിടെ പറയുന്നുണ്ട് അവൻ ഇനി ദാസനല്ല. നിനക്ക് ആരല്ല? ദാസനല്ല, ദാസന് മീതെ സഹോദരൻ അത്രയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിലേക്ക് പോയി വായിക്കാൻ പറയാൻ സമയമില്ല. അപ്പൊ ഈ ദാസനെ കൂട്ടി അയക്കുകയാണ്. എവിടേക്ക് അയക്കുന്നത്? നമ്മൾ വായിച്ചില്ലേ? കൊലോസ്യർ 4:9 വായിച്ചില്ലേ? തിഹിക്കോസിന്റെ കയ്യിൽ ലേഖനവും കൊടുത്ത് ഒനേസിമോസിനെ കൂട്ടി അയക്കുകയാണ്. എങ്ങോട്ട് അയക്കുന്നത്? കണ്ടിട്ടുണ്ടല്ലേ? എങ്ങോട്ട് അയക്കുന്നത്? കൊലോസ്യയിലേക്ക്. കൊലോസ്യയിലാണ് ആര്? ഫിലെമോൻ. കൊലോസ്യയിലാണ് ആര്? ഫിലെമോൻ. അപ്പൊ എപ്പഫ്രാസ് അപ്പോസ്തലനായ പൗലോസിന്റെ എഫെസോസിലുള്ള 3 വർഷത്തെ വേലയുണ്ടല്ലോ. തുറന്നോസിന്റെ പാഠശാലയിൽ നടത്തി വന്ന സുവിശേഷ ഘോഷണത്തിൽ എപ്പഫ്രാസ് രക്ഷിക്കപ്പെട്ടതുപോലെ ആര് രക്ഷിക്കപ്പെട്ടു? ഫിലെമോൻ. ഫിലെമോനെ കുറിച്ച് പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ എനിക്ക് തരാൻ കടംപെട്ടവനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ പൗലോസ് മുഖാന്തരം രക്ഷിക്കപ്പെട്ട ആളാണ് ആര്? ഫിലെമോൻ. ഇവര് രണ്ടുപേരും ഒരുപക്ഷെ എഫെസോസിലെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട ആളുകളായിരിക്കാം. ഈ ശുശ്രൂഷകനായ എപ്പഫ്രാസും ഒപ്പം ഫിലെമോൻ. ഫിലെമോന്റെ വീട്ടിലാണ് എന്ത് നടക്കുന്നത്? സഭ. ഏത് സഭ? കൊലോസ്യയിലെ സഭ. ക്ലിയർ? ഓക്കെ, കൊലോസ്യയിലെ സഭ നടക്കുന്നത്. അപ്പൊ ആ ഫിലെമോന്റെ ദാസനായ അവിടുന്ന് എന്തോ ഗുരുതക്കേട് കാണിച്ച് ഓടിപ്പോകുന്നവരുടെ നഗരമാണ് ഇത്. റോമിനെ കുറിച്ച് പറയുന്ന ഒരു പ്ലേസാണ് ഓടിപ്പോകുന്നവരുടെ നഗരം. നമ്മുടെ നാട്ടിലൊക്കെ ഓടിപ്പോകുന്നവര് കുടിയേറ്റ പ്രദേശത്തേക്കാണ്. ഭാഗ്യവശാൽ ആരുടെ അടുക്കലെത്തി? പൗലോസിന്റെ അടുക്കലെത്തി. പൗലോസ് അദ്ദേഹത്തെ അയക്കുകയാണ്. പൗലോസ് ഈ കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ തടവിലായിരിക്കുന്ന സമയത്ത് പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള സഹോദരന്മാർ, താൻ സ്ഥാപിച്ച സഭകളിലും പരോക്ഷമായിട്ട് തനിക്ക് ബന്ധമുള്ള ഇതുപോലെ കൊലോസി പോലുള്ള സഭകളിൽ നിന്നുള്ള സഹോദരന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എവിടെ? റോമിൽ വന്നിട്ടുണ്ട്. അപ്പൊ പൗലോസ് ഈ എപ്പഫ്രാസ് അതുപോലെ ചെന്ന ഒരാളാണ്. അതാണ് ഇവിടെ നമ്മള് 4:12-13 വായിച്ചത്. കൊലോസ്യലേഖനത്തിൽ 4:12-13 വായിക്കും. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ. അപ്പൊ എപ്പഫ്രാസ് എവിടെയാ മക്കളെ? വർക്കാവട്ടെ. ഫിസിക്സ് കെമിസ്ട്രി വർക്കാവുന്നതുപോലെ ഇത് വർക്കാവട്ടെ. എപ്പഫ്രാസ് നിങ്ങളെ എന്ത് ചെയ്യുന്നു? വന്ദനം ചൊല്ലുന്നു പറയുമ്പോൾ ഈ ആളിപ്പോ എവിടെയാ? പൗലോസിന്റെ കൂടെയാണ് അല്ലെ? അവിടെ നിന്ന് കൊലോസിലുള്ള ദൈവമക്കളെ എന്ത് ചെയ്യാം? വന്ദനം ചൊല്ലുകയാണ്. അപ്പൊ ആരുടെ കൂടെയാ? പൗലോസിന്റെ കൂടെയാണ്. പക്ഷേ ഈ എപ്പഫ്രാസ് ആരാണ്? നിങ്ങളിൽ ഒരുവൻ. കൊലോസിലുള്ള ശുശ്രൂഷക്കാരനാണ്. കൊലോസ് സഭയുടെ ശുശ്രൂഷക്കാരനാണ്. പക്ഷെ പൗലോസിനെ ശുശ്രൂഷിക്കാനായപ്പോൾ റോമിലാണ് ആയിരിക്കുന്നത്. വായിക്കാം. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും
ഹീരപ്പൊലിക്കാർക്കും വേണ്ടി അവർ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ അപ്പോ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അവിടെ മാത്രമല്ല, കൊലോസ്യയിൽ മാത്രമല്ല, പിന്നെ എവിടെയുണ്ട്? ലവോദിക്കയിലുണ്ട്, ഹീരപ്പൊലിയുണ്ട്. കാരണം ഈ 3 സഭക്കാർക്കും വേണ്ടി, സഭയിലുള്ള ദൈവങ്ങൾക്ക് വേണ്ടി വളരെ ആകുലപ്പെട്ട് പ്രാർത്ഥിക്കുകയും അവരെ ഓർത്ത് ആകുലപ്പെടുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് പൗലോസ് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതിനെ ചിന്തിച്ചപ്പോ ഞാൻ ഓർത്തു, ഒരു സഭാസ്ഥാപനത്തിന് വലിയ അപ്പോസ്തലന്മാരോ കഴിവുറ്റവരോ ഒന്നും വേണമെന്നൊന്നും ഇല്ല. അവരിൽ നിന്ന് കേട്ട് പഠിച്ച പാവപ്പെട്ട സഹോദരന്മാരും മതി. സമർപ്പണമുള്ള, ദൈവകൃപയുള്ള സാധാരണക്കാരായ സഹോദരന്മാരെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് വലിയ സംഘടനയോ വലിയ പണമോ വലിയ കെട്ടിടമോ സംവിധാനങ്ങളോ ഒന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇതൊന്നും ആവശ്യം. നമ്മൾ കണ്ടുകഴിഞ്ഞു. കാരാഗ്രഹത്തിൽ ഉള്ള ആളുകൾ സുവിശേഷം കേട്ട കൈസരുടെ അരമനയിലുള്ള ഒരു സുവിശേഷം കേട്ട് കൈസരുടെ അരമനയിൽ ഒരു സഭ ഉണ്ടാക്കാനായിട്ട് ആർക്ക് കഴിയും? നമ്മുടെ കർത്താവിന് അത് സാധിക്കും. നമ്മള് പറയുന്ന കർത്താവെ മോദി ഗവൺമെന്റിനെ മാറ്റണം, BJP ഗവൺമെന്റ് അല്ലെങ്കിൽ സുവിശേഷ വിരോധമുള്ള ഗവൺമെന്റിന്റെ സർക്കാരുകളൊക്കെ ഇടിച്ച് താഴ്ത്തിയിടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനവിരുദ്ധമാണ്. ആണല്ലേ? വചനവിരുദ്ധമാണ്. ഇതൊക്കെ ആക്കിയതാര? ദൈവമാണ്. ദൈവത്തിന് അനവധിയായ ഉദ്ദേശങ്ങളുണ്ട്. ദൈവത്തിന്റെ ധനം, ജ്ഞാനം എന്നിവയുടെ ആഴമേ അപ്രമേയം അഗാധവുമാണ് ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ വഴികൾ. അവരുടെ വഴികൾ എത്ര അപ്രമേയം. ദൈവത്തിന് പ്രവർത്തിക്കാൻ പിന്നെ ഒരു കാര്യമുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മെ തന്നെ സമർപ്പിക്കുക, വിധേയപ്പെടുത്തുക. അങ്ങനെയുള്ളവരിൽ കൂടെ ദൈവകർത്താവിനെ പ്രവർത്തിക്കാനായിട്ട് കഴിയും. നമ്മളെ ഈ 3 ലേഖനം ഒരു വാക്കോടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 21-ാമത് വാക്യം. എഫേസ്യ ലേഖനം 6:21. ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എന്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും. നമ്മൾ കണ്ടില്ല 4:7 കണ്ടു. ആരായി ലേഖനം കൊണ്ടുപോകുന്നത്? തിഹിക്കോസ്. തിഹിക്കോസിന്റെ ഏതൊക്കെ ലേഖനം ഉണ്ടെന്ന് പറഞ്ഞു സഹോദരന്മാർക്ക് ഏതൊക്കെ ലേഖനമുണ്ട്? ലേഖനമുണ്ട്. ഇപ്പൊ ഒരു വായിച്ചില്ലേ? അതേത് ലേഖനം? എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനമുണ്ട്, ലേഖനമുണ്ട്, ലേഖനമുണ്ട്. ഈ ഫിലേമോനെയും കൂട്ടി ഒനേസിമോസിനെയും കൂട്ടി ഫിലേമോനുള്ള ലേഖനവും കൊടുത്താണ് വിടുന്നത്. 3 ലേഖനം കുറഞ്ഞുണ്ട്. ഇനി ലേഖനങ്ങളിൽ ഏതാ ബാക്കിയുള്ളൂ? ഫിലിപ്പ് ലേഖനമുള്ളൂ. അതിനെ കുറിച്ച് അതിന്റെ പേരൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ തിഹിക്കോസിന്റെ ലേഖനമാണോ കൊടുത്ത് അയച്ചതെന്ന്. കാരണം ഈ 3 ലേഖനങ്ങളും അടുത്തടുത്തുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യയിലുള്ള, സിറ്റാസിയിലുള്ള, മൈഷ്യ മൈനറിലുള്ള ലവോദിക്ക. ഈ ലേഖനത്തിന് പ്രത്യേകത ഉണ്ട്. ഇത് ചാക്രിക ലേഖനമാണ്. അതവിടെ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കുള്ള ഈ ലേഖനം നിങ്ങൾ വായിച്ചിട്ട് എവിടെ വായിക്കണം? ലവോദിക്കയിലും. ലവോദിക്കക്കാർക്കുള്ളത് നിങ്ങൾ വായിക്കണം. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം 3 അല്ല, അപ്പൊ ലേഖനമുണ്ട്, 4 ലേഖനമുണ്ട് പറഞ്ഞത്. ലവോദിക്കക്കാർക്കുള്ള ലേഖനവും അതിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ സന്ദർഭത്തിലേക്ക് വരാം. ഈ എപ്പഫ്രാസ് അവിടെ ചെന്നപ്പോ, കൊലോസ്യ സഭയുടെ ശുശ്രൂഷകനായ എപ്പഫ്രാസ് പൗലോസിന്റെ അടുത്ത് ചെന്നപ്പോ എപ്പഫ്രാസ് സഭയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അല്ലെ? നമ്മള് ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട്, എന്താ വിശേഷം, സഭയിലെ എല്ലാ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നു, സഭയുടെ ആത്മീയമായ സ്ഥിതികൾ ചോദിച്ചപ്പോൾ എപ്പഫ്രാസ് സഭയിലെ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെയൊന്നും ഞാൻ പറയുന്ന പോലെ ഒന്നും എഴുതിയിട്ടില്ല, നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് പറയുന്നത്. എപ്പഫ്രാസ് സഭയുടെ സ്ഥിതിഗതികളൊക്കെ എന്ത് ചെയ്തു? പൗലോസിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ അല്ല, ഈ കൊലോസ്യ പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലൊക്കെ അന്ന് പ്രബലമായിരുന്ന ചില ഇടത്തൂടുകൾ, ചില തത്വജ്ഞാന ഗ്രൂപ്പുകൾ അവരുടെ സ്വാധീനവും അവരുടെ പഠിപ്പിക്കലുകളും ഈ കൊലോസ്യ സഭയെ എങ്ങനെ
സ്വാധീനിച്ചു എന്നുള്ളത് എപ്പഫ്രാസ് എന്ത് ചെയ്തു? പൗലോസിനെ അറിയിച്ചു. അപ്പോൾ ആ ദുരുപദേശങ്ങൾക്കെതിരെ സഭയെ സ്വാധീനിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തെയും യേശുക്രിസ്തുവിന്റെ അപ്രമാദിത്വത്തെയും ചോദ്യം ചെയ്യുന്ന അപ്രകാരമുള്ള എല്ലാ ദുരുപദേശങ്ങളെയും ഖണ്ഡിക്കുവാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒനേസിമോസിനെ അങ്ങോട്ട് അയക്കണം. അതിനോടുകൂടെ തന്നെ അവര് പൗലോസിനെ കുറിച്ച് അവരുടെ ഭാരത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും നന്ദി പറയുവാനും ഒപ്പം ആ സഭയിൽ പ്രബലമായി കൊണ്ടിരുന്ന ചില ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുവാനും അവർക്ക് യേശുക്രിസ്തുവിൽ കൂടെ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ, സ്വർഗീയ അനുഗ്രഹങ്ങളിൽ അവരെ ഊട്ടി ഉറപ്പിക്കേണ്ടതിനും കൂടിയാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ചോദിക്കും, അപ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് വരും, എന്താണ് അന്ന് ഉണ്ടായിരുന്ന ദുരുപദേശങ്ങൾ കൊളോസ്യ സഭയെ ഗ്രസിച്ചതായ, അല്ലെങ്കിൽ കൊളോസ്യ സഭയിലുള്ള ദൈവമക്കളെ ക്രിസ്തുവിൽ നിന്ന് തെറ്റിക്കുന്നതായ ദുരുപദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു പക്ഷെ ചോദിക്കും. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ വേഗത്തിൽ പറയാം. കൊലോസ്യയിൽ മാത്രമല്ല, നമുക്കറിയാം ഈ കൊലോസ്യ എന്ന് പറയുന്നത് ഏഷ്യയിലുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് നിങ്ങൾ ആ മാപ്പ് എടുത്ത്, നിങ്ങളുടെ മൊബൈലിലെ മാപ്പ്, ഗൂഗിൾ മാപ്പ് എടുത്ത് നിങ്ങൾ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് തുർക്കി എന്ന് പറയുന്നത് ഈ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും അയൽ രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു ബോർഡറാണ്, അതിർത്തിയാണ്. തുർക്കി കടന്നാൽ പിന്നെ എന്താ? യൂറോപ്പാണ്. തുർക്കിയുടെ അപ്പുറം യൂറോപ്പാണ്. അപ്പൊ തൊട്ടപ്പുറത്താണ് ഈ പറയുന്ന ഗ്രീസും ഒക്കെ കിടക്കുന്നത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള് കുറച്ച് ജോഗ്രഫി, കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ മനസ്സിലാക്കാൻ ആവശ്യമുണ്ട്. അപ്പൊ അന്ന് കാലത്ത് ഈ ഗ്രീക്ക് തത്വജ്ഞാനം നമ്മൾ ഈ 2-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ അതാ, തത്വജ്ഞാനവും വെറും മനുഷ്യനെ കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരുന്ന സൂക്ഷിപ്പിക്കും. അപ്പൊ തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, അത് നമ്മൾ കേട്ടില്ലേ? അതുപോലെയുള്ള തത്വജ്ഞാനികളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഈ തത്വജ്ഞാനത്തിൽ തന്നെ പല സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് ഉണ്ട്, പല പല ശാഖകളുണ്ട് ഈ തത്വജ്ഞാനത്തിൽ. അതിലൊരു ശാഖ നിങ്ങൾ അതിൽ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ബൈബിളിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തത്വജ്ഞാന ഗ്രൂപ്പുകളെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പേര് നിങ്ങൾക്ക് അറിയാമോ? സ്റ്റോയിക്കല് അല്ലെ? അതെവിടെയാ? സ്റ്റോയിക്കല് മാത്രമല്ലല്ലോ, എപ്പിക്കൂരിയല് ഓർക്കുന്നുണ്ടോ? എവിടെ ഓർക്കാൻ? നമ്മള് 3 അധ്യായമൊക്കെ ഒരു ദിവസം വായിക്കുന്നേ. 3 അധ്യായം ഒരു കാര്യമില്ല, വായിക്കണ്ട. ഒരു വാക്യം വായിച്ചാൽ മതി. ഒരു വാക്യം അത് എന്ത് അർത്ഥത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ്, എവിടെ വെച്ചാണ്, ആർക്കാണ്, എന്തിനാണെന്ന് മനസ്സിലാക്കാൻ ഒരു വാക്യം വായിച്ചാൽ മുഴുവൻ വായിക്കാൻ വേണ്ടി പരിശ്രമിക്കണ്ട, നിർത്തിക്കാൻ പറ്റും. അപ്പോസ്തലന്മാർ 17-ാം അധ്യായത്തിൽ ഗ്രീസ് ഈ പറഞ്ഞ ഗ്രീസ് അതേന എന്ന് പറഞ്ഞാൽ എന്താ? അതേന നമ്മൾ നേരത്തെ പറഞ്ഞ ഈ തത്വജ്ഞാനികളൊക്കെ ജീവിച്ചിരുന്നത്, തത്വജ്ഞാനികളുടെ ഈറ്റില്ലമാണ് അതേന. അവിടെ പോയിട്ട് പ്രസംഗിക്കുന്നത്. അപ്പൊ അവിടെ പ്രസംഗിച്ചപ്പോ ഈ എപ്പിക്കൂരിയും സ്റ്റോയിക്കലും എഴുന്നേറ്റ് പൗലോസിനോട് എന്ത് ചെയ്തു? വാദിച്ചു. അതാണ് അവിടെ സംഭവം. വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകളെ കുറിച്ച് ബൈബിൾ വാദിച്ച ഏതെങ്കിലും വാക്ക് പേര് ഓർക്കുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് ഒന്നും എടുക്കണ്ട. നിക്കോലാവേർ. അപ്പൊ ഇതുപോലെ സ്കൂൾസ്, ഇവരുടെയൊക്കെ തത്വങ്ങൾ വ്യത്യസ്തമാണ്. എപ്പിക്കൂരിയുടെ എന്താ തത്വം? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളച്ചാവും. അതാണ് ആരുടെ? എപ്പിക്കൂരിയൻ. ഇപ്പൊ എപ്പിക്കൂരിയനിസം ആണ് നമ്മുടെ ഇടയിൽ, നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പിക്കൂരിയനിസം നമ്മൾ അറിയാതെ ഇങ്ങനെയുള്ള തെറ്റായ ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇതൊക്കെ ഈ മൊബൈലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറെ ആശയങ്ങൾ, ഇങ്ങനെയുള്ള ഫിലോസഫിയിൽ നിന്നാണ് ഈ സാധനങ്ങൾ വരുന്നത്. എന്നിട്ട് നമ്മളെ അത് ഗ്രസിക്കുന്നത്. അപ്പൊ കൊലോസ്യ സഭയിൽ വന്ന ദുരുപദേശം എന്ന് പറഞ്ഞാൽ നോസ്റ്റിസിസം ആണ്. നോസിസ് എന്ന വാക്കാണ്. നോസിസ് എന്ന വാക്കിൽ നിന്നാണ് നോളജ് എന്ന് പറയുന്നത്.
അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്നുള്ളത്. ജ്ഞാന മതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നോസ്റ്റിസിസം, GNOSTICISM, നോസ്റ്റിസിസം. ജ്ഞാനം പറഞ്ഞേ എന്താണ്? ജ്ഞാനമതം അല്ലെ ജ്ഞാനവാദം, ജ്ഞാനവാദികൾ എന്നാണ്. ജ്ഞാനമതക്കാരുടെ തത്വം എന്താണെന്ന് ചോദിച്ചാല് മാറ്റർ ഈസ് ഈവിൾ, ദ്രവ്യം തിന്മയാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകം പാപമയമാണ്. നമ്മുടെ ശരീരം അടക്കമുള്ള ദൈവം സൃഷ്ടിച്ച സൃഷ്ടി എന്താണ്? തിന്മയാണ്, മലിനമാണ്, അശുദ്ധമാണ്. മാറ്റർ ഈസ് ഈവിൾ. ദൈവം ആരാണ്? പരിശുദ്ധനാണ്. ദൈവം പരിശുദ്ധനാണ്. ദൈവം സൃഷ്ടിച്ചത് എല്ലാം അശുദ്ധമാണ്. അതിന് അങ്ങനെയല്ല പറയുന്നത്, നമ്മളത് പിന്നീട് പഠിക്കാം. അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യന് നേരിട്ട് ദൈവത്തിലേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ല. ദൈവത്തിലേക്ക് ഒരു മനുഷ്യന് ഒരിക്കലും എത്തിച്ചേരാനോ പ്രാർത്ഥിക്കാനോ വിലയം പ്രാപിക്കാനോ ഒരിക്കലും സാധ്യമല്ല. പക്ഷെ ദൈവത്തിന്റെ സൃഷ്ടികളെ നിയന്ത്രിക്കുന്ന കുറേയധികം ആത്മശക്തികൾ ഉണ്ട്. ഈ സൃഷ്ടിയിൽ പല തട്ടുകളും ആത്മശക്തികളും ഉണ്ട്. ആ നമ്മുടെ ഭാരതത്തിലെ സംസ്കാരം അനുസരിച്ച് ജ്യോതിഷം ഒക്കെ അതിൽ വരുന്നതാണ്. ഈ നക്ഷത്രങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഭൂതഗണങ്ങൾ ഉണ്ട്. കൊലസ്ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വാഴ്ചകളും അധികാരങ്ങളും. ഭൂമിയിൽ വാഴുന്ന സർക്കാരിനെ കുറിച്ചല്ല അത് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ സ്വാധീനിച്ച് നിരന്തരമായ തപസ്സിലൂടെയും ജീവിതചര്യയിലൂടെയൊക്കെ ഈ ആത്മലോകത്തെ സ്വാധീനിച്ച് അവയിൽ കൂടെ ദൈവത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ് അവരുടെ ടീച്ചിങ്. അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ ഈ ആത്മലോകത്തെ കുറിച്ചുള്ള ഒരു ഗുപ്തമായ ഈ ആത്മലോകത്തിലുള്ള മിസ്റ്റിക് നോളജ് പ്രാപിക്കണം. നിഗൂഢമായ ജ്ഞാനങ്ങളൊക്കെ എന്ത് ചെയ്യണം? പ്രാപിച്ച് സമ്പൂർണ്ണ ജ്ഞാനിയായെങ്കിൽ മാത്രമേ എന്ത് ലഭിക്കുള്ളൂ? പൂർണ്ണത ലഭിക്കുകയുള്ളൂ, ദൈവത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നതാണ് ജ്ഞാനമതം. ജ്ഞാനമതത്തിൽ അതിൽ തന്നെ പല സ്കൂൾസുണ്ട്, പല ശാഖകളുണ്ട്. അത് വളരെയധികം ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് ഒന്ന്. മറ്റൊന്നാണ് യഹൂദമതം. യഹൂദമതം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ന്യായപ്രമാണവാദം, പരിച്ഛേദനവാദം എന്ന് പറയും. അത് ഈ ലേഖനം പഠിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ന്യായപ്രമാണവാദികൾ ഇത് തന്നെ പറയുന്നത്. എന്താ പറയുന്നത്? അതായത് കേവലം യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടൊന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അതിന്റെ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു അല്ലെ 1-ാം നൂറ്റാണ്ടില്. അപ്പോസ്തലപ്രവൃത്തി 15:1 നമ്മളത് വായിക്കുന്നുണ്ട്. യഹൂദയിൽ നിന്ന് ചിലർ വന്ന് മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാൻ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്ന സഹോദരന്മാരെ പഠിപ്പിച്ചു. പുറത്തുനിന്നുള്ള ആളുകളല്ല, സഭയിൽ നിന്നുള്ള ആളുകൾ. ഈ സഭയിലാണ് ഈ സംഗതി. ആരെങ്കിലും ഒക്കെ പുറത്തുള്ള ഇങ്ങനെയുള്ള ഫിലോസഫികളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ടോ? അവരിലൂടെ എന്ത് ചെയ്യും? ഈ സാധനത്തേക്ക് വരും. ഇപ്പൊ നോസ്റ്റിസിസത്തിലെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. മാറ്റർ ഈസ് ഈവിൾ. പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം പാപമായതുകൊണ്ട്, തിന്മയായതുകൊണ്ട് യേശു ഒരിക്കലും എന്തല്ല? ദൈവം അല്ല. ദൈവത്തിന് ഒരിക്കലും എന്തെടുക്കാൻ കഴിയില്ല? ജഡമെടുക്കാൻ കഴിയില്ലെന്നാണ് അവര് പഠിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ 2-ാമത്തെ 9-ാം വാക്യം. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതാണ് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിൽ അതുകൊണ്ട് ഈ നോസ്റ്റിസുകാര് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ ഇടയിൽ ചില ആളുകൾക്ക് അങ്ങനെ പഠിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. യേശു ക്രിസ്തു സ്നാനമേൽക്കുന്ന സമയത്താണ് ക്രിസ്തു തന്റെ മേൽ വന്നതെന്നും ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ക്രിസ്തു തന്നെ വിട്ടുപോയെന്നുമാണ് അവരുടെ ഉപദേശം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഉപദേശങ്ങളുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്രമാദിത്വത്തെ, സർവശ്രേഷ്ഠതയെ ബാധിക്കുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും കോട്ടമുള്ളതായിട്ട് വന്നാൽ അതെന്തിനെ ബാധിക്കും?
രക്ഷയെ ബാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയെ അതെന്ത് ബാധിക്കും. യേശു ക്രിസ്തു മറ്റെല്ലാറ്റിനേക്കാളും സർവശ്രേഷ്ഠനാണ്. യേശു ക്രിസ്തുവിൽ എനിക്ക് എല്ലാം കൊണ്ട് ലോകത്തിലെ ഏത് തത്വജ്ഞാനത്തിനും മതത്തിനും നൽകാൻ കഴിയുന്നതിനേക്കാൾ ശ്രേഷ്ഠവും സമ്പൂർണവുമായ ആത്മീയമായ അനുഗ്രഹം എനിക്ക് അതിലുണ്ട്, ക്രിസ്തുവിനുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് നമ്മൾ യേശുവിനെ ആരായിട്ട് സ്വീകരിച്ചത്? രക്ഷകനല്ല, കർത്താവായിട്ട് സ്വീകരിച്ചത്. രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിനെ രക്ഷകൻ. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ. യേശുവിനെ ആ രക്ഷകനെ ആരായിട്ട് സ്വീകരിക്കണം? യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കേണ്ടത്. യേശുവിനെ കർത്താവായിട്ട് എന്ന് പറഞ്ഞാൽ യേശു എന്റെ കർത്താവിന്റെ അർത്ഥമാണ് ശ്രേഷ്ഠൻ, അല്ലെ? ഉടമസ്ഥൻ, ഭരണാധികാരി, കർത്തൃത്വം നടത്തുന്നവനായിട്ട് അംഗീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച ആളുകളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ വന്ന് യേശു ക്രിസ്തുവിന്റെ അപ്രമാദിത്വം അല്ലെങ്കിൽ ആ സർവശ്രേഷ്ഠത അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ പോവുകയാണ്. അത് രക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തീയ പ്രമാണത്തിന്റെ അടിത്തറയെ ഇളക്കുന്നതാണ്. അതിനെതിരെയാണ് ഈ ലേഖനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലേഖനത്തിലേക്ക് വരാം. ഈ ലേഖനത്തിന് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങി വെക്കാം, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച മുതൽ കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കും. ഈ ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം യേശു ക്രിസ്തുവിന്റെ സർവശ്രേഷ്ഠത. എഴുതുന്നവർക്ക് എഴുതാം, യേശു ക്രിസ്തുവിന്റെ സർവശ്രേഷ്ഠത, പ്രീഎമിനൻസ് അല്ലെങ്കിൽ സുപ്രീമസി. പ്രീഎമിനൻസ് ഓർ സുപ്രീമസി, യേശു ക്രിസ്തുവിന്റെ സർവശ്രേഷ്ഠത എന്നുള്ളതാണ്. ഇതിലെ പല വാക്കുകളുണ്ട്. ജ്ഞാനം, പരിജ്ഞാനം, പൂർണ്ണത, പരിപൂർണത, മികവ്, അനേക വാക്കുകളുണ്ട്. പക്ഷെ ഈ ഒരു വാക്ക് എനിക്ക് ഇഷ്ടമായി തോന്നിയത് പരിപൂർണത എന്നുള്ളതാണ്. ഈ ലേഖനത്തിന്റെ ഒരു വാക്കായിട്ട് പരിപൂർണത എന്നുള്ളത് നമുക്ക് ഒരു വാക്യമായിട്ട് പല വാക്യങ്ങളും പലരും പറയുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് തോന്നിയത് 2-ാം അധ്യായത്തിലെ 9-10 വാക്യം. അപ്പോൾ വാക്യമുണ്ട്, ആ വാക്യങ്ങൾ പഠിക്കണേ. 2-ാം അധ്യായത്തിന്റെ കൊലോസ്യർ 2-ാം അധ്യായത്തിലെ 9-10 വാക്യങ്ങൾ. ഒന്നാമത്തെ പ്രധാന ശീർഷകം, ഒന്നാമത്തെ മെയിൻ ഹെഡിങ്, ഉപദേശം, യേശു ക്രിസ്തുവിന്റെ സർവശ്രേഷ്ഠതയുടെ പ്രഖ്യാപനം. ഉപദേശം എന്ന് എഴുതിയിട്ട് നിങ്ങൾ വരികയായിട്ട് എഴുതുക, യേശു ക്രിസ്തുവിന്റെ സർവശ്രേഷ്ഠതയുടെ പ്രഖ്യാപനം. ഔട്ട്ലൈൻ ഞാൻ തരാം, നമുക്ക് വാട്സപ്പിൽ തരാനായിട്ട് സാധിക്കും. അധ്യായം 1, ഉപദേശം എന്നുള്ള ഭാഗത്തിൽ യേശു ക്രിസ്തുവിന്റെ സർവശ്രേഷ്ഠതയുടെ പ്രഖ്യാപനം, അധ്യായം 1. അതിന്റെ ആദ്യത്തെ ഉപശീർഷകം സുവിശേഷ സന്ദേശങ്ങളിൽ, അതായത് യേശു ക്രിസ്തുവിന്റെ സർവശ്രേഷ്ഠതയുടെ പ്രഖ്യാപനം സുവിശേഷ സന്ദേശങ്ങളിൽ. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1-ാം അധ്യായത്തിന് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1-2 വാക്യം. ദൈവനിഷ്ഠത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോഥെയോസും. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ തന്റെ അപ്പോസ്തലത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഗലാത്യലേഖനത്തിൽ വായിക്കുന്ന മനുഷ്യരൊന്നുമല്ല, പിതാവായ ദൈവത്താൽ കർത്താവായ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനാലും അപ്പോസ്തലനായ പൗലോസ് എന്നാണ്. ഇവിടെ പറയുന്നത് ദൈവേഷ്ടത്താൽ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോഥെയോസും. അപ്പൊ നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളത് എന്തിനാലാണ്? നമ്മൾ തെരഞ്ഞെടുത്തതല്ല. ഇന്ന് നമ്മൾ ഈ സമാഹരണത്തിരിക്കുന്നത്
നമ്മളായിട്ട് വിശ്വസിച്ച് നമ്മൾ തേടി പിടിച്ച് കണ്ടെത്തി വിശ്വസിച്ച് വന്ന ഒരു സംഗതി അല്ല. പിന്നെ ഇത് എന്തിനാലാണ്? ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവം അനാദികാലം മുതലേ നിർണയിച്ച ആ നിർണയപ്രകാരമാണ് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ വന്നെത്തിയിരിക്കുന്നത്. ദൈവേഷ്ടത്താലാണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ആത്മീയമായ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനാലാണ്? ദൈവേഷ്ടത്താലാണ്. നമ്മൾ അതിനെ ഇങ്ങനെ കൂടെ പറയാം, അത് ദൈവേഷ്ടത്താൽ ആയിരിക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലും നാം ഇടപെടാനായിട്ട് പാടുള്ളതല്ല. എന്നാൽ ദൈവേഷ്ടം കൃത്യമായി നിർവഹിക്കുന്നവരുമായിരിക്കണം. അതിനാണ് നമ്മൾ ഓരോ ദിവസവും ശ്രമിക്കേണ്ടത്. എന്താണ് ഈ കാര്യത്തിൽ ദൈവത്തിന് ഇഷ്ടം? നമ്മള് 19-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ദാവീദ് പറയുന്നുണ്ട്, മറന്നിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിച്ച് വിടുവിക്കണമേ, സ്വമേധ പാപങ്ങളെ അടിയനോട് അകറ്റണമേ. സ്വമേധ പാപം നിങ്ങളത് നോക്കിയാൽ ഇംഗ്ലീഷ് ബൈബിൾ ആരെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാൽ പ്രിസംപ്ഷ്യസ് എന്നാണ്. പ്രിസംപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പ്രിസംപ്ഷൻ എന്ന് പറഞ്ഞാൽ ഊഹിക്കുക എന്നാണ്. പ്രിസംപ്ഷ്യസ് എന്ന് പറഞ്ഞാൽ തോന്നിയവാസം എന്നാണ്. നിങ്ങളെ ഡിക്ഷണറിയൊക്കെ മൊബൈലിലൊക്കെ നോക്കിയാൽ അറിയാം. തോന്നിയവാസം എന്നാണ്. ഒരു പക്ഷെ നമ്മൾ ചെയ്യുന്നത് ശരിയായ കാര്യമായിരിക്കാം, പക്ഷെ അത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അത് ദൈവത്തിന് ഇഷ്ടമാകണമെന്നില്ല. ശരിയായ കാര്യമായിരിക്കും. അത് എന്താ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ കുഴപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല. പക്ഷെ ആ സമയത്തോ ആ സന്ദർഭത്തിലോ ആ വ്യക്തിയോ ആ ചെയ്യേണ്ട കാര്യമായിരിക്കണമെന്നില്ല. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം കേട്ടെടുത്താൽ, ഉസിയ രാജാവ് ധൂപം കാണിക്കാനായിട്ട് പ്രവേശിച്ചില്ലേ? ധൂപം കാണിക്കാൻ തെറ്റാണോ? ധൂപം കാണിക്കാൻ പ്രമാണമുണ്ട്. പക്ഷെ ആ സ്ഥലത്ത് ആ വ്യക്തിയല്ല ചെയ്യേണ്ടത് ധൂപം കാണിക്കേണ്ടത്. അപ്പൊ അതിനെ സിൻ ഓഫ് ഒമിഷൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് മനഃപൂർവ്വമായി ചെയ്യുന്നത്. അതാണ് ഈ സ്വമേധ പാപങ്ങൾ എന്ന് പറയുന്നത്. ദൈവത്താൽ ക്രിസ്തുയേശുവിന്റെ ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് ദൈവങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവേഷ്ടത്താലാണ് നമുക്ക് ദൈവത്തിന്റെ മക്കളായിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം, അത് വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും പഠിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ദൈവസഭയിലാണെങ്കിലും നമ്മൾ ഒരു അതിര്, ദൈവേഷ്ടത്തിന്റെ അതിര് ലംഘിക്കാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അത് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസകരമായിട്ട് തീരാനായിട്ട് കാര്യം. നമ്മൾ പറയുന്നത് പറയാതിരിക്കുന്നതിനേക്കാൾ എന്താകും? ബുദ്ധിമുട്ടായിത്തീരും. നാവാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അവയവം എന്ന് പറയുന്നത്. ഒരുപക്ഷെ പറയാതിരിക്കുന്നതിനെ കൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം. പക്ഷെ പറയാതിരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് പറയുന്നതിനാൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് മാത്രം പെരുമാറുന്ന, സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്നവരായി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് ഇടയാക്കട്ടെ. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്താലാണ്. ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നത്, നമ്മൾ ദൈവമക്കളായി തീർന്നത് കർത്താവിന്റെ വലിയ ഇഷ്ടത്താലാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ആകയാൽ ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് നയിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നമുക്ക് എല്ലാവരും പ്രവേശിക്കാം. കർത്താവ്